രാഹുൽ മാങ്കൂട്ടത്തെ പൂട്ടിയ ഗർഭചിത്ര കേസ് ഒരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. കാരണം ഇന്ന് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി എത്തിയ ജോബി ജോസഫ് പറഞ്ഞിരിക്കുന്നത് ആ ഗർഭചിത്രത്തിന് വേണ്ടിയിട്ടുള്ള മരുന്ന് എത്തിച്ചത് പരാതിക്കാരി പറഞ്ഞിട്ട് എന്നാണ്. ഇത് ഇനി തിങ്കളാഴ്ച ഹൈക്കോടതി വിധി പറയാനിരിക്കുകയാണ്. എത്രത്തോളം രാഹുൽ ഗുണം ചെയ്യുന്ന ഒരു മൊഴിയാണ് ഇപ്പോൾ ഈ ജോബി ജോസഫ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ജോബി ജോസഫ് അകത്താവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജോബി ജോസഫ് ഒരു പടി മുന്നേ എറിഞ്ഞുകൊണ്ട് ജാമ്യത്തിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ഇന്നലെ ജാമ്യം കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ പാലക്കാട് എത്തുന്ന രാഹുലിനെ കാത്തിരിക്കുന്ന ജനങ്ങളുണ്ട്, ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരുണ്ട്. ഇന്ന് പ്രതിഷേധങ്ങളുമായിട്ട് BJP ഉണ്ട്. അതൊന്നും നടക്കത്തില്ല. കാരണം ഒരാളുടെ വോട്ട് എന്ന് പറയുന്ന ഒരു പൗരന്റെ അവകാശമാണ്. അതിൽ ചോദ്യം ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പറ്റില്ല. അത് തന്നെയാണ് പാലക്കാട്ടെ ജനവും പറയുന്നത്. MLA ഞങ്ങൾ കാത്തിരിക്കുകയാണ്. വോട്ടെന്ന് പറയുന്ന ഒരു പൗരന്റെ അവകാശമാണ്. അതിൽ നിഷേധിക്കാൻ പറ്റില്ല. പാലക്കാട് ജനങ്ങളുടെ ഇന്നത്തെ ഒരു ഇടയ്ക്കിടയ്ക്ക് മാധ്യമങ്ങളൊക്കെ അവരോടൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇത് വലിയ രീതിയിലുള്ള ഒരു എഫക്റ്റ് ഇല്ല. രാഹുലിൻ്റെ വിഷയം MLA വരട്ടെ എന്നാണ് പറഞ്ഞത്. MLA വരട്ടെ, അദ്ദേഹം വോട്ട് ചെയ്യട്ടെ, അതിനെന്താ. ചിലവർ പറയുന്നു കേസ് കോടതിയിലല്ലേ, കോടതിയിൽ കേസ് വാദിക്കട്ടെ. അത് അവരൊരു തണുത്ത മട്ടാണ് പാലക്കാടൻ ജനങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കും ഒരു രാഹുൽ എഫക്റ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ അതെന്തായാലും അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇന്നലെ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങളാണ് കോടതിയിൽ നിന്ന് വിധി പകർപ്പ് വന്നപ്പോൾ കിട്ടിയത്. കാരണം ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി എന്തിനാണ് ഈ ഇത്രയും വലിയൊരു കേസിൽ, ഒരു പക്ഷേ ജാമ്യം കിട്ടാത്ത കേസിൽ എങ്ങനെയാണ് ജാമ്യം കിട്ടിയത് എന്നുള്ളതാണ് ഇപ്പോൾ ജനം ശ്രദ്ധിക്കുന്നത്. സെഷൻസ് കോടതി പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ KPCC അധ്യക്ഷൻ എന്തിന് പരാതി കൊടുത്തു, ഇത്തരത്തിലുള്ള ഒരു പരാതി കൊടുക്കുന്ന നേരെ പോലീസ് സ്റ്റേഷൻ നിയമപരമായിട്ടാണ്. അപ്പം അങ്ങനെ കൊടുക്കാതെ KPCCയിലേക്ക് അയച്ചതിൻ്റെ എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത്. മാത്രമല്ല ഈ അയച്ച പരാതിയിൽ KPCCയിൽ കൊടുത്ത പരാതിയും പിന്നീട് SITക്ക് കൊടുത്ത മൊഴിയുമായിട്ട് പരസ്പര വൈരുദ്ധ്യമുണ്ട്. ഇപ്പോൾ ആ പരാതിയുടെ ഇത് നോക്കൂ, ആ കുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകുന്നു, വിവാഹം കഴിക്കാൻ പറ്റാത്ത സാഹചര്യം എത്തുന്നു, പ്രണയം നടിക്കുന്നു, പ്രണയത്തിലാവുന്നു, പിന്നീട് കൊണ്ടുവന്ന് റേപ്പ് ചെയ്യുന്നു, പിന്നീട് അങ്ങനെയാണ് അതിനകത്ത് KPCCയിൽ പറഞ്ഞിരിക്കുന്ന പരാതിയിൽ. പക്ഷേ ഈ മൊഴി നൽകിയിരിക്കുന്നതിൽ എന്താണ്, ഇപ്പോൾ കോടതിയിൽ കൊടുത്തിരിക്കുന്ന എന്താണ്, ഇതിൽ ഈ പറഞ്ഞതുപോലെ വിവാഹ അഭ്യർത്ഥന നൽകുന്നു, പക്ഷെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അവസാനം പിന്നീട് പ്രണയത്തിലേക്ക്, വീട്ടുകാർ അറിയാണ്ട് എന്താണ് പ്രണയത്തിലേക്ക് പോകുന്നു എന്നാണ്. പ്രണയത്തിനിടയിലാണ് ഇത്തരത്തിൽ ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ക്രൂരമായ പീഡനം നൽകിയും. ഓക്കെ, അത് നമുക്ക് സഹിക്കാം. പക്ഷെ അതിനുശേഷവും സൗഹൃദം സ്ഥാപിക്കുന്നതിനുള്ള തെളിവുകൾ സഹിതം കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അവിടെ പറയുന്നത്? അപ്പൊ ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരം തന്നെ എന്നുള്ളതല്ലേ. കുറച്ച് ചാറ്റുകൾ മാത്രമേ ഉള്ളൂ. ആ ചാറ്റുകളുടെ ഇത് വെച്ചിട്ട് അവിടെ പീഡനമോ ഇതോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പം അത് ഒരു വീക്കായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് പലപ്പോഴും പരാതിക്കാരി കൊടുത്തത്. അതിനുശേഷം സൗഹൃദം സ്ഥാപിക്കുന്നുണ്ട്, അതിനുശേഷം സംസാരിക്കുന്നുണ്ട്. ഈ പറയുന്നത് പോലെ അപ്പോഴൊന്നും പരാതിയില്ല. അപ്പോൾ ഒരു പീഡിപ്പിച്ച ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് വീണ്ടും സൗഹൃദത്തിലേക്ക് കടക്കാൻ പറ്റുന്നത്? പീഡിപ്പിച്ച ഒരു വ്യക്തിക്ക് പിന്നെയും റിലേഷൻഷിപ്പിലോട്ട് എങ്ങനെയാണ് പോകാം? അപ്പം വീണ്ടും പീഡിപ്പിക്കത്തില്ലേ? അത്രയും ക്രിമിനൽ പശ്ചാത്തലമല്ല, ഭയങ്കരമായിട്ട് ക്രൂരമായിട്ട് ഒരു ദിവസം മാത്രമാണോ പീഡിപ്പിക്കുന്നത്, രണ്ടാമതും പീഡിപ്പിക്കുക, അങ്ങനെയല്ലേ? ഇപ്പൊ ക്രിമിനൽ പശ്ചാത്തലം സൈക്കോ ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം ഒരു തവണ മാത്രമേ ഈ പരാതിക്കാരികളെയൊക്കെ ഭയങ്കര ക്രൂരമായി പീഡിപ്പിക്കുക. അങ്ങനെയുള്ള വ്യക്തികൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പീഡിപ്പിക്കത്തുള്ളൂ, അല്ലേ? ആ സൈക്കോ പാത്തുകൾ അങ്ങനെ എന്താണ് ചെയ്യുന്നത്? അവര് സ്ത്രീകളെ എങ്ങനെയായിരിക്കും ചൂഷണം ചെയ്യുന്നത്, പീഡിപ്പിക്കുന്നത്? ഭയങ്കര ഇത് ക്രൂരമായിട്ടായിരിക്കും. അപ്പൊ ഇതിലൊക്കെ പരസ്പര വൈരുദ്ധ്യം. ഇപ്പൊ ഞാൻ പറയുന്നതല്ല, കോടതി തന്നെ ചോദിക്കുന്ന കാര്യമാണ്. അപ്പൊ പരസ്പര വൈരുദ്ധ്യമുള്ള ആ സ്റ്റേറ്റ്മെന്റുകളാണ് കോടതിക്ക് ഇന്നലെ രാഹുലിന് ജാമ്യം കിട്ടാനുള്ള തയ്യാറ്. ഇനിയിപ്പോ ഹൈക്കോടതിയിൽ ഈ ഒരു ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. അപ്പൊ ഹൈക്കോടതിയിൽ ഇത് കൃത്യമായിട്ട് ഹൈക്കോടതിക്കും തെളിവുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഹൈക്കോടതി അവിടെ ജാമ്യം അനുവദിക്കുക. ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വിചാരണ കോടതിയിലേക്കാണ് പോകുന്നത്. പിന്നെ വിചാരണ ചെയ്യുക. അത് രണ്ട് ഭാഗത്തെയും ഭാഗം കേൾക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആദ്യത്തെ കേസ്, രണ്ടാമത്തെ കേസ് ഈ പറഞ്ഞതുപോലെ KPCC അധ്യക്ഷൻ അടക്കം പറയുന്നുണ്ട് ഇത് അതായത് മനഃപൂർവ്വം ചെയ്തിട്ടുള്ള പരാതിയാണെന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മനഃപൂർവ്വം ചെയ്തിട്ടുള്ള പരാതിയാണെന്നുള്ള വെൽ ഫാബ്രിക്കേറ്റഡ് അങ്ങനെ ഒരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു വക്കീലിനെയൊക്കെ വെച്ച് നന്നായിട്ട് പരാതി എഴുതിയാണ് KPCC. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെ രാഷ്ട്രീയപരമായിട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മനഃപൂർവ്വം കൊണ്ടുവന്നിട്ട് കൊടുത്തതാണ് എന്നുള്ളത്. ഇപ്പോൾ ജാമ്യം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് സെഷൻസ് കോടതിയിലെ വിധിപ്പകർപ്പ് ഇന്ന് പല മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ വീക്ക് പോയിന്റാണ്. ഞാൻ ഈ ഒരു രണ്ടാമത്തെ പരാതി വന്നപ്പോൾ
പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മിക്കവാറും ഇതിൽ പൂട്ട് വീഴും, ഉറപ്പാണ്. ഇനി എന്തായാലും അധികം നാളൊന്നും രാഹുൽ അകത്ത് മറിഞ്ഞിരിക്കാൻ പറ്റില്ല. പക്ഷെ രണ്ടാമത്തെ പരാതി ആദ്യത്തെ പരാതിയേക്കാളും വീക്കാണ്, ഒന്നുമില്ല അതിനകത്ത്. മാത്രമല്ല ഈ ചാറ്റുകളോ മെസ്സേജുകളോ ഒക്കെ രണ്ടുപേരും തമ്മിലുള്ള, അപ്പോൾ രാഹുലിനും എടുത്ത് കാണിച്ചു കൊടുക്കുക, ചാറ്റും മെസ്സേജും എടുത്ത് കാണിച്ചിട്ട്, അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും ആദ്യത്തെ പരാതിയെ പോലെ എന്തെങ്കിലുമൊക്കെ വേണം, അതുമില്ല. തെളിവുകളുണ്ടോ, അന്ന് പീഡിപ്പിച്ചതിന്റെ തെളിവുകൾ വേണ്ടേ, ഹോംസ്റ്റേ ഏതാന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ ഇത്തരത്തിൽ പല കാര്യങ്ങളും ആ പരാതി കിടന്നിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് മിക്കവാറും അത് കോടതിയിലേക്ക് പോയാലും എത്രമാത്രം അത് ഇതാവും എന്നുള്ള അറിയില്ല. ഞാൻ ആദ്യത്തെ പരാതിയിൽ ആകെപ്പാടെ പെട്ട് കിടക്കുന്ന ഗർഭചിത്രമായിട്ട് പോയി. ഇപ്പം ജോബി ജോസഫ് പറയാ ആ പെങ്കൊച്ച് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ്. എങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അത് ഇനിയിപ്പം ജോബി ജോസഫിന്റെ അതിന്റെ തെളിവുകൾ കാണുമല്ലോ, എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു ചാറ്റുകളടക്കം. അപ്പൊ ഒന്ന് നോക്കിക്കേ, ഇതിപ്പോ പെടാൻ പോകുന്ന എനിക്ക് തോന്നുന്നു ആ പാവം പിടിച്ച പെൺകുട്ടി അത് ജീവിതമായിരിക്കും. സത്യം പറഞ്ഞാൽ എന്ത് പറയണമെന്നുള്ള അറിയില്ല. കാരണം ഇപ്പൊ അതിന്റെ ചാറ്റുകളടക്കം പുറത്തുനിന്നും ജോബി ജോസഫിന് ജാമ്യം കിട്ടും. അയാൾ തെറ്റുകാരനല്ല. ഒരാൾ മരുന്ന് വാങ്ങിക്കാൻ പറഞ്ഞ സൗഹൃദത്തിന്റെ പേരിൽ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് തെറ്റാവുന്നത്? അത് അവര് തമ്മിലുള്ള ഇഷ്യൂ ആണ്. ഗർഭചിത്രം അത് ഇനി കോടതിയുമായിട്ട് ഇനിയിപ്പോ ബൂമറാങ് പോലെ ഈ പെൺകുട്ടിക്കെതിരെ വരുന്നത് ഗർഭചിത്രം, അശാസ്ത്രീയമായിട്ടുള്ള ഗർഭചിത്രം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇല്ലീഗലായിട്ടുള്ള ഗർഭചിത്രം നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ തന്നെ ആ പെൺകുട്ടി ഉത്തരവാദിയാണ്. ആ പെൺകുട്ടി ഇതിനകത്ത് ഇപ്പൊ തൂങ്ങാൻ പോവുകയാണ്. അതായത് കൊടുത്ത വാദി ഇപ്പൊ പ്രതിയാവുന്ന തരത്തിലേക്കാണ് ഇപ്പൊ കേസ് പോകുന്നത്. ജോബി ജോസഫിന്റെ കൃത്യമായി തെളിവുണ്ടോ എന്നുള്ള അറിയില്ല. ചാറ്റ് അടക്കം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പെൺകുട്ടിയാണ് പെടാൻ പോകുന്നത്, അല്ലാതെ യാതൊന്നുമില്ല. അപ്പം ഇപ്പൊ ആദ്യം എന്താണ് ഗർഭചിത്രത്തിനുള്ള മരുന്നാണെന്ന് അറിയില്ലായിരുന്നു എന്നാണ് ജോബി പറഞ്ഞേക്കുന്നത്. സൈഡ് എഫക്ട്സും അയാൾക്ക് അറിയില്ല. അങ്ങനെ പറയൂ, പുള്ളി അങ്ങനെ പറയാം. അത് ഇപ്പൊ ഒരു പെൺകുട്ടി സൗഹൃദത്തിന്റെ പേരിൽ പറയാണ് എനിക്ക് ഈ മരുന്നൊന്ന് വാങ്ങിച്ചു തരണേ, അതായത് നമ്മൾ തന്നെ വയ്യാണ്ടായി ഇരിക്കുമ്പോൾ നമ്മൾ ആരോടെങ്കിലും പറയാം മരുന്നൊന്ന് വാങ്ങിച്ചു തരണം, നമ്മുടെ സൗഹൃദത്തിന്റെ പേരിൽ ആരെങ്കിലും വാങ്ങി തന്നാൽ അവരെങ്ങനെയാണ് കുറ്റക്കാരാകുന്നത്? ഒന്നും പറയാൻ പറ്റില്ല. അതിന്റെ ചാറ്റ് അടക്കം അവര് എനിക്ക് തോന്നുന്നു ജോബിയൊക്കെ അവർ റിട്രീവ് ചെയ്യാനുള്ള സമയത്തിനാണ് പമ്മിയിരുന്നത്. അപ്പൊ ഈ പറയുന്നത് പോലെ ഈ ഡിജിറ്റൽ തെളിവുകൾ എന്ന് പറയുന്നത് നമ്മൾ എത്ര ഇനി മൂടി വെച്ചാൽ, എത്ര തല്ലിപ്പൊട്ടി മൊബൈൽ ഫോൺ തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞാൽ ഇത് സോഫ്റ്റ്വെയർ അനുസരിച്ച് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് ഈ മാധ്യമങ്ങളും ഈ പറയുന്ന പിണറായി സർക്കാരും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. കാരണം ഒരു ഭാഗത്തെ മാത്രമല്ല കിട്ടുന്നത്, ഇത് മൊത്തത്തിലുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കണം, അതിൽ നിന്ന് വിലയിരുത്തണമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് തന്നെ ഈ എടുത്തു ചാടി രാഹുലിന്റെ കാര്യത്തിൽ ഒരു ഇതിന് ഇറങ്ങരുത്. രാഹുൽ ചെയ്ത തെറ്റ് തന്നെ ഇത്തരത്തിലുള്ള പെമ്പിള്ളാരുമായിട്ടൊക്കെ അടുപ്പ് സൂക്ഷിക്കും തെറ്റ്. പക്ഷെ അതിലൊരു റീസൺ, ഈ പീഡനവും ബലാത്സംഗവും ഒക്കെ വരുമ്പോൾ അതിന് റീസൺ വരുമല്ലോ. രണ്ടുപേര് തമ്മിലുള്ള വ്യക്തിബന്ധങ്ങളുടെ ഇടയിൽ ഒരാളെ ക്രൂശിക്കപ്പെടുന്നത് ശരിയല്ല. അപ്പൊ അതിന്റെ ഒരു ഇത് കണ്ടെത്തണമായിരുന്നു, കൃത്യമായിട്ട് ഒരു അവലോകനം തന്നെ. ഇപ്പൊ KPCC അധ്യക്ഷൻ നേരെ കൊണ്ടുവന്ന് DGPക്ക് കൊടുക്കും, അങ്ങനെ കൊടുക്കരുതായിരുന്നു. അത് കൃത്യമായി അദ്ദേഹം കണ്ടെത്തണമായിരുന്നു. ഇത് എന്താണ്, അല്ലാതെ ഊരും പേരും നാളും ഇല്ലാത്ത ഒരു പരാതി കിട്ടി, ആ രാഹുലിന് ഇരിക്കട്ടെ ഒരു ഇത് അടുത്ത ഒരു ജയില് എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് ശത്രുക്കൾ പോലും ഇങ്ങനെ ചെയ്യത്തില്ല, കൊണ്ടുവന്ന് DGPക്ക് ഇട്ട് കൊടുത്ത്. അപ്പൊ രണ്ടാമത്തേലും അങ്ങേര് പെട്ട് കഴിഞ്ഞ്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് നോക്കണം, ഇതിന്റെ തെളിവുകളുണ്ട്. ഒരാൾ ആർക്കും പറയാം. ഇനിയിപ്പോ നാളെ KPCC അധ്യക്ഷനെതിരെ നാളെ ഒരു പെങ്കൊച്ച് പോയി പരാതിപ്പെട്ട എന്തായിരിക്കും അവസ്ഥ? അത് ഒന്ന് വിലയിരുത്തും. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ, അറ്റ്ലീസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിനോടെങ്കിലും ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ, ഇത് എന്താണ്, ഇതിന്റെ കാര്യം എന്താണ് എന്നൊന്നും അറിയാതെ. അത് തന്നെ കോടതി ഇപ്പൊ പറഞ്ഞേ, ഹൈക്കോടതി എന്താണ് പറഞ്ഞു, ഒരു ഭാഗം മാത്രമല്ല മറുഭാഗം കൂടെ കേൾക്കണമെന്ന്. മറുഭാഗം കൂടെ കേട്ടേ ഒരു വിധി പുറപ്പെടുവിക്കാൻ പറ്റും. അല്ല ഒരു ഭാഗം കേട്ടാണോ നീതി നമ്മുടെ നിയമം വിധി തരുന്നത്? അല്ല. അപ്പൊ ഇനി മറുഭാഗത്തിനുള്ള ഇനിയിപ്പോ രാഹുലിന്റെ ഭാഗമാണ് വിചാരണ വേളയിൽ ഒരു പക്ഷെ രാഹുൽ എന്തൊക്കെ തെളിവ്. ഇപ്പൊ ജോബി ജോസഫ് ഈ തെളിവുകൾ കൊടുത്തു കഴിഞ്ഞാൽ രാഹുലും ഇതിന്റെ പകുതി രക്ഷപ്പെടും. കാരണം പെൺകുട്ടി പറഞ്ഞിട്ടാണ് ഇത് കൊടുത്തത്. ഇതിൽ രാഹുൽ പറഞ്ഞു കാണും നമുക്ക് കുഞ്ഞിനെ വേണോ വേണ്ടേ എന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആദ്യത്തെ ഓഡിയോ ക്ലിപ്പിലൊക്കെ രാഹുൽ വേണം നിനക്ക് വേണമെങ്കിൽ നീ അനുഭവിച്ചോ, നീ എന്നാ കൊണ്ട് നടന്നോ എന്നുള്ള രീതിയിലൊക്കെ രാഹുൽ സംസാരിക്കുന്നത്. നീ അങ്ങനെയല്ലേ പ്ലാൻ ചെയ്ത്, നമ്മൾ അങ്ങനെയല്ലേ പ്ലാൻ ചെയ്തെന്ന് ഒരു വട്ടം പറയുന്നുണ്ട്. അല്ലാതെ നീ ഇത് ചെയ്യണം അങ്ങനെ ഫോഴ്സ് ഒന്നും അതിനകത്ത് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ മറ്റെന്തെങ്കിലും നമ്മൾക്കറിയാത്ത ഓഡിയോ ക്ലിപ്പിലെങ്ങാനും ചെയ്തില്ലെങ്കിൽ ചത്തുകളയും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അതിനപ്പുറം ആ പെൺകുട്ടി ഈ ജോബി ജോസഫിന്റെ അടുത്ത് മരുന്നിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയാണ് തെറ്റുകാരിയായിട്ട് വരുന്നത്, അല്ലെ രാഹുൽ മാങ്കൂട്ടോ ജോബി ജോസഫ് ഒന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ ഈ കേസ് ഇപ്പൊ വീക്കിലോട്ടാ പോകുന്നത്. ഞാൻ വിചാരിച്ചു മിക്കവാറും രാഹുൽ പോകും. ഞാൻ വിചാരിച്ച് പൂട്ടണോന്നാ, ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത്. രാഹുലിനെ തുറങ്ങില്ല. കാരണം ഇങ്ങനെ ഒന്നാന്ന് രണ്ടാന്ന് എത്ര പെൺകുട്ടികളെയാണ് ചതിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവ് അങ്ങനെ പോകരുത് എന്ന് ഞാൻ കരുതിയിരുന്നിടത്താണ് ഇപ്പൊ രാഹുലിന്റെ ഭാഗത്തേക്ക് ഇപ്പൊ ഒരു ഇതായിട്ട് വരുന്നത്. സത്യമുണ്ട്, നമ്മളിപ്പോ ഈ പറഞ്ഞതുപോലെ രാഹുൽ അങ്ങ് പെണ്ണുപിടിയൻ എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം ഈ പറഞ്ഞ ഭീകരവാദി തീവ്രവാദി എന്തു പറഞ്ഞ ലൈംഗിക വൈകൃതം
അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. ഇത് രണ്ടുപേരുടെയൊക്കെ ഇഷ്ടപ്രകാരമൊക്കെ നടന്നതിന് ശേഷം അവസാനം ഒരാളങ്ങ് സൈക്കോപാത്താന്നൊക്കെ പറയുന്നതിനോട് കാര്യമില്ല. എല്ലാവർക്കും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ സംഭവിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ ഒന്നല്ലല്ലോ, അതിനധികം വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്. പക്ഷെ അതെല്ലാം ഇഷ്ടപ്രകാരം എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പം വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞോണം രാഹുൽ അവസാന പോസ്റ്റ് ഇട്ടതുപോലെ നിയമത്തിന് മുമ്പ് ഞാൻ തെറ്റുകാരനല്ല, അറിഞ്ഞുകൊണ്ടാണ് MLA കളിച്ചത്. അപ്പോൾ പക്ഷേ എത്രയെന്ന് പറഞ്ഞാൽ MLA സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് ഇത് ശോഭിച്ചതായി. ഇനി എത്ര നിയമത്തിന്റെ മുന്നിൽ നിന്ന് അദ്ദേഹം ഒരു പക്ഷേ രക്ഷപ്പെട്ടു വന്നാലും ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്ന പണികളല്ലേ. ഇനി മനുഷ്യനായ തെറ്റ് സംഭവിക്കാത്ത മനുഷ്യർ തെറ്റ് തിരുത്തി നല്ല നേതാവായിട്ട് വരുന്നെങ്കിൽ വരട്ടെ. പിന്നെ ഇദ്ദേഹം ഒരു പെണ്ണിന്റെ ജീവിതം അങ്ങ് നശിപ്പിച്ചു, ജീവിതം അങ്ങ് ഇത് ചെയ്തു എന്ന് പറയാനും പറ്റത്തില്ല. ആദ്യത്തെ വിവാഹിതയായ പെൺകുട്ടിയാണ്, പിന്നെ എങ്ങനെയാണ് അവിടെ ജീവിതം നശിപ്പിക്കുന്നത്? അതും ഒരു ചോദ്യമാണ്. വിവാഹ വാഗ്ദാനം അവിടെ നൽകില്ല. ഇപ്പൊ രണ്ടാമത്തേൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ റീസൺ എം വി ഗോവിന്ദൻ ഇന്ന് പറഞ്ഞൊരു പ്രസ്താവന എന്ന് പറയുന്നത് ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് വരും എന്നുള്ളതാണ്. അതെ, അടുത്തത് ഇനിയിപ്പോ ഉടനെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇനി വരുന്നതൊന്നും ജനങ്ങളൊന്നും വലിയ രീതിയിൽ എഫക്ട് ചെയ്ത്. എം വി ഗോവിന്ദൻ ആദ്യം മറ്റേ PT കുഞ്ഞുമുഹമ്മദിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. 12 ദിവസമായിട്ട് പൂട്ടി വെച്ചേക്കുക ഒരു ലെറ്റർ കിട്ടിയിട്ട്. അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ വേണ്ടിയല്ലായിരുന്നു. ഇന്നിപ്പോ കുക്കു പരമേശ്വർ അത് ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നമാണ്. ഇത് ഏതാണ് അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോൺഗ്രസിന്റെ ഇടയിലുള്ള പ്രശ്നമല്ലായിരുന്നു. എന്തിനെ എടുത്ത് പൊക്കിയിട്ട് മാധ്യമങ്ങളെല്ലാം കൂടെ അലക്കാൻ പോയത്? അത് അവരുടെ ഇടയിലുള്ള പ്രശ്നം അവർ തീർക്കത്തില്ലായിരുന്നു. ആ പെൺകുട്ടിയെ വിളിച്ച് എന്താന്ന് വെച്ച് ചെയ്ത്. ഇതിപ്പോ ഞങ്ങളുടെ ഇടയിൽ, മറ്റേതും മാലോകരുടെ ഇടയിലുള്ള പ്രശ്നം. 12 ദിവസം കഴിഞ്ഞ് ഇതുവരെ ഒരു മൊഴിയെടുപ്പ്, തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിയട്ടെ എന്ന് പറയാം. തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിയട്ടെ. അകത്ത് 2 എണ്ണം കിടപ്പുണ്ട്, ഒരു പത്മകുമാർ വാസു. അതിന്റെ കാര്യത്തിലും അത് ഞങ്ങളുടെ വേറെ വിഷയം. അപ്പൊ അവർക്ക് വേറെ വിഷയം, ഇവർക്ക് വേറെ വിഷയം. അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും തുല്യ വിഷയം. സ്ത്രീപക്ഷം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സ്ത്രീപക്ഷം സ്ത്രീപക്ഷത്തേക്കണം. ഇതിന് മുന്നേ ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്നിട്ടോ എന്തോ വലിയ ക്രൂരനാണ് ഇതെന്ന്. അങ്ങേരുടെ വലതും അടുത്തും അങ്ങേരെ സീറ്റിട്ട് ഇപ്പുറത്തും ഇരിക്കുന്നത് ആരാന്ന് ആദ്യം അങ്ങേര് നോക്കട്ടെ. അതിനുശേഷം ഈ പറയുന്ന കോൺഗ്രസിനെയും രാഹുലിനും വേണം. അപ്പം അത് ഒന്നും ഈ തെരഞ്ഞെടുപ്പിന് വലിയ ഇതൊക്കെ CPM തന്നെ വലിയ തിരിച്ചടിയാണ്. സത്യം പറഞ്ഞാൽ CPM തന്നെ വലിയ തിരിച്ചടിയായിട്ട് വന്നിരിക്കും. ജനം എന്തോ ബുദ്ധിയും ബോധം ഇല്ലാത്തവരാണ്. അപ്പോൾ അതുകൊണ്ട് അവര് ഇപ്പോൾ മുഖ്യമന്ത്രിയോ MV ഗോവിന്ദനോ പറയുന്നത് ഇപ്പൊ ആരും മൈൻഡ് ചെയ്യാറില്ല. കാരണം അവര് നേരെയാവുന്നില്ല. അവര് കോൺഗ്രസിനെ ഇനി കുറ്റം പറയാനും പറ്റത്തില്ല. സത്യം പറഞ്ഞ കോൺഗ്രസ് എടുത്ത തീരുമാനം എന്തായാലും നന്നായി. കാരണം അവർക്കിപ്പോ ചോദിക്കാൻ കുറേയേറെ കാര്യങ്ങളുണ്ട്. അവരുടെ ഇടയിൽ അഴിമതി, സ്വർണ്ണക്കൊള്ള, ക്ഷേത്രങ്ങളുടെ വരെ മുതൽ കട്ടെടുത്തിട്ട് കിടക്കുന്നു. പിന്നെ പെൺവിഷയങ്ങള്, ഇപ്പൊ അടുത്ത പെൺവിഷയം, ഇതെല്ലാം ഇങ്ങനെ കിടക്കില്ല. ഇതൊക്കെ അവരുടെ നേതാക്കന്മാരല്ലേ. അപ്പൊ അതിന് അവർക്കൊരു തീരുമാനം, അവരുടെ എല്ലാം പ്രൊട്ടക്ട് ചെയ്ത്, അവരുടെ നേതാക്കന്മാരെല്ലാം പ്രൊട്ടക്ട് ചെയ്ത് സൂക്ഷിക്കുന്നു. ഇത് വേറെ, അത് വേറെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഈ PT കുഞ്ഞുമുഹമ്മദിന്റെ കാര്യത്തിൽ മറ്റേതൊന്നുമില്ലെങ്കിലും രാഹുൽ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അവര് ഉഭയകക്ഷി സമ്മതപ്രകാരം ഒന്ന് ആദ്യമേ തന്നെ നമുക്ക് ഓഡിയോ ക്ലിപ്പിലുണ്ട്. ഇതങ്ങനെയല്ലല്ലോ. ഒരു ചലച്ചിത്ര സംവിധായിക എന്താണെന്ന് തോന്നുന്നു ചെന്ന് IFFK ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള മോശം ഇതുണ്ടായത്. മുകേഷിന്റെ കാര്യത്തിൽ എന്താണ്, മറ്റേ കടമ്പള്ളിയുടെ കാര്യത്തിൽ എനിക്കൊന്ന് അവർ സംസാരിക്കുന്ന കുറെ ക്ലിപ്പുകളൊക്കെയാണ്. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ അവരുടെ ഇടയിലുണ്ട്. അത് ആദ്യം നേരെയാക്കട്ടെ. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഈ പറഞ്ഞതുപോലെ തെറ്റാണ്. ഒരെണ്ണമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, രണ്ടുപേരുടെ ഇഷ്ടപ്രകാരം അവരുടെ ഇടയിലുള്ള സ്വകാര്യ ജീവിതം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഒന്നിൽ കൂടുതൽ കേസുകൾ വരുമ്പോഴാണ് അത് ശരിയല്ല. ഒരു രാഷ്ട്രീയ നേതാവിന് ശരി. ഇപ്പൊ ഒരു വ്യക്തിയോടല്ലോ, 1 2 പോട്ടെ, ഒരെണ്ണം ചിലപ്പോൾ ബ്രേക്കപ്പ് ആകുമ്പോഴായിരിക്കും അതെ 1 2 വ്യക്തികളുമായിട്ട് ഒരു പ്രണയമോ അല്ലെങ്കിൽ അതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലെ സ്വകാര്യതയാണ്. അത് പിന്നീട് ചിലപ്പം MLA എന്ന പദവി വരുമ്പോൾ ചില പെൺകുട്ടികളൊക്കെ ചിലപ്പോൾ ഇത് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് പറഞ്ഞോണോ ഒന്നിൽ കൂടുതൽ, ഒന്നിലധികം ഇച്ചിരി കടന്നുപോയി രാഹുൽ. പക്ഷെ ഈ പറഞ്ഞോണം പീഡനം, ബലാത്സംഗം നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ അതിജീവിതമാർ നമ്മുടെ ഇടയിൽ ഒരുപാട് പേരുണ്ട്. അപ്പൊ പീഡനം, ബലാത്സംഗം എന്ന് പറയാൻ പറ്റത്തില്ല. അവരവരുടെ ഇഷ്ടപ്രകാരമാണ്. അപ്പൊ അത് ഇനിയിപ്പം വിചാരണ കോടതിയിലൊക്കെ ഇനിയിപ്പോൾ ചെല്ലും. ജാമ്യം കിട്ടിയ ഇനിയിപ്പോൾ നേരെ വിചാരണയിലോട്ടാണ് പോകുന്നത്. ഇനി അങ്ങനെ ഒരു അറസ്റ്റ്, കാരണം സഹകരിക്കാൻ രാഹുൽ തയ്യാറാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പം നേരെ എന്താണ് വിചാരണ കോടതിയിൽ. ആ വിചാരണ കോടതിയിൽ ഇനി തെറ്റാറുടെ ഭാഗത്ത് ഇപ്പൊ 2 കേസ് വന്നു. ഇനിയിപ്പോൾ അടുത്തേയും കൂടെ വരുമെന്നാ പറഞ്ഞു. ഇനി വരട്ടെ. രാഹുൽ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രാഹുലിന് പ്രശ്നമല്ലോ. ഇനിയിപ്പോ പോരട്ടെ. ജനങ്ങളിപ്പോ അതാ പറയുന്നത്, എന്താണ് പോരട്ടെ, ഇനിയിപ്പോൾ അടുത്ത ഏതാണ് വരട്ടെ. ഇപ്പൊ 2ാമത്തെ കേസ് തന്നെ വളരെ വീക്കായിട്ടാണ് വന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും അത് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ഇതാണോ എന്താണെന്നുള്ള അറിയില്ല. പക്ഷെ SIT കുറച്ചുകൂടി ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ, കാരണം ഇത് പരാതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് തന്നെ ആ ഒരു കഥ വായിക്കുമ്പോൾ തന്നെ അറിയാം ഈ പറയുന്നത് പോലെ ഇഷ്ടപ്രകാരം തന്നെയാണ് എന്നുള്ളത്
അറിയാം. പിന്നെ ഈ പറയുന്നോണം തലേന്ന് വരെ ഇഷ്ടപ്രകാരം വന്നിട്ട് പിറ്റേന്ന് ഒരു പെണ്ണിന്റെ ഇഷ്ടമല്ലാണ്ട് ശാരീരികമായിട്ട് ഉപയോഗിച്ചാലും അത് റേപ്പായിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ അതിന്റെ പിറ്റേന്ന് പിന്നെ എന്തിനാണ് പോയെന്ന ഒരു ചോദ്യം കൂടെ കോടതി ഇപ്പം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ കൃത്യമായിട്ടുള്ള ഇത് മൊഴിയെടുപ്പിലൊക്കെ എന്തോ ഒരു വൈരുദ്ധ്യങ്ങൾ വന്നതുകൊണ്ടാണ് കോടതിക്ക്. ഇനിയിപ്പോൾ എനിക്കൊന്ന് ഹൈക്കോടതിയിലും അങ്ങനെ തന്നെയായിരിക്കും, ജാമ്യം കിട്ടുക തന്നെ ചെയ്യും. കാരണം ഇത്തരത്തിലുള്ള ഒരു മൊഴി തെളിവായിട്ടൊക്കെയാണ് മുകളിലോട്ടും പോകുന്നതെങ്കിലും അത് ഹൈക്കോടതിയിലും വലിയ ഇതായിട്ട് പോകാൻ തോന്നുന്നില്ല. പക്ഷേ നമുക്കറിയാം, നമ്മൾ പറഞ്ഞോണം നിയമം ഒക്കെ കുറച്ചൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പഠിച്ചിട്ടുള്ള ഇത് വെച്ചാണ്. പക്ഷെ എന്നാലും ഒരു ലോജിക്ക് ഉണ്ടല്ലോ, ഒരു സാധാരണ ഒരു ലോജിക്ക് ഉണ്ടല്ലോ. അപ്പം എന്തായാലും രാഹുൽ മാങ്കൂട്ടം വിഷയം ഇങ്ങനെ കത്തിക്ക് പാലക്കാട് വന്ന് വോട്ടിടുമോ എന്നുള്ളത് അറിയില്ല. കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് അറിയായിരിക്കും വോട്ടിടാൻ വരും. 5 മണിക്കും 6 മണിക്കും തീർച്ചയായിട്ടും പോളിംഗ്, കാരണം ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കരുതല്ലോ. അപ്പൊ അവസാന ഇത് എന്തായാലും തീർച്ചയായിട്ടും വരും. ഒരു MLA കൂടെ അല്ലേ, അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു വാശി കാണും. എന്നെ ഇത്രയും ദിവസം അല്ലെ എത്രയും മാസമായിട്ട് ഇട്ട് ഒരാളെ ശരിക്കും വലിച്ചു കീറിയില്ലേ, ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുറച്ച് അധികം കടന്നു എന്ന് ജനത്തിന് തന്നെ അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഈ പറഞ്ഞതുപോലെ ജോബി ജോസഫിന്റെ എല്ലാ തെളിവ് ഉണ്ടെങ്കിൽ അത് ആദ്യത്തെ കേസിന് വലിയ ആശ്വാസമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വരാൻ പോകുന്നത്. അത് വലിയൊരു ആശ്വാസമായിരിക്കും. കാരണം ആ ഒറ്റ കുരുക്കിലാണ് രാഹുൽ ഇപ്പം വഴിയാധാരമായി കിടക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കേസിനും കുറേ തെളിവുകളൊന്നുമില്ല, അതും ഇങ്ങനെ തന്നെ പോകുന്നു. ഏതായാലും കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടം MLA തിരിച്ച് കംബാക്ക് എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷേ എത്ര വന്നാലും അദ്ദേഹത്തിന്റെ തെറ്റുകൾ മനസ്സിലാക്കി നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് തന്നെ തിരിച്ചു വരണം. അല്ലാതെ ഇത്തരത്തിലുള്ള പ്രവർത്തനമായിട്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ഒരിക്കലും ജനം അക്സെപ്റ്റ് ചെയ്യും.